നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മോദി പേടിയിൽ പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാന സർക്കാർ നടപ്പാക്കും. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിവരയിട്ട് പറഞ്ഞുവെങ്കിലും നിയമം കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ ആവില്ല എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത്. നിയമത്തെ വർഗീയ വിഭജനമായി കേരളം കരുതുന്നുണ്ടെങ്കിലും നിയമപരമായി ഈ വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള നീക്കം എതിർക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ നിയമത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നിയമം നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ആരംഭിച്ചിരുന്നു. നിയമം നടപ്പാക്കുന്നതിന് BJPയുടെ തന്ത്രമാണ് എന്നതുപോലെ തന്നെ നിയമം നടപ്പാക്കില്ലെന്ന് പറയുന്നതും മുഖ്യമന്ത്രിയുടെ തന്ത്രം മാത്രമാണ്. അതേസമയം CAAയ്ക്ക് എതിരായ നിലപാടിൽ ഇടതുമുന്നണി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമം 2019 നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഇടവേളയ്ക്ക് ശേഷം CAA വീണ്ടും ചർച്ചയിൽ സജീവമാകുകയാണ്. നിയമം നടപ്പാകുന്നതോടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളല്ലാത്ത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിനുള്ള വഴി ഒരുക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. CAA നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നതോടെ 2014 ഡിസംബർ 31 വരെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അമുസ്ലിം കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിക്കും. ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനർ, ക്രിസ്ത്യൻ വിഭാഗക്കാർക്കാണ് പൗരത്വം നൽകുക. 2019 ഡിസംബറിലാണ് ഏറെ വിവാദമായ CAA പാസാക്കിയത്. തുടർന്ന് രാജ്യത്തുടനീളം പ്രതിഷേധങ്ങളുണ്ടായി. നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരുന്നില്ല ഈ പ്രതിഷേധങ്ങളെ തുടർന്ന്. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൗരത്വ ഭേദഗതി നിയമം അപ്രതീക്ഷിതമായി കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. നിയമം നടപ്പാക്കുന്നതിനായി 2020 മുതൽ ആഭ്യന്തര മന്ത്രാലയം പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് പതിവായി സമയം നീട്ടി ചോദിക്കുകയായിരുന്നു. 2019 പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അയൽ രാജ്യങ്ങളിൽ മതപരമായ പീഡനം നേരിടുന്ന 6 ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുമതി നൽകുന്നു. മതപരമായ പീഡനം മൂലം 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗക്കാർക്കാണ് പൗരത്വം ലഭിക്കുക. CAA മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മുകളിൽ പറഞ്ഞ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളല്ലാതെ മറ്റ് വിദേശികൾക്ക് CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാനാകില്ല. നേരത്തെയും രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഇന്ത്യ പൗരത്വം വാഗ്ദാനം ചെയ്തിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വിഭാഗം, ബർമയിൽ നിന്നുള്ള വ്യക്തികൾ, 1970കളിലെ അട്ടിമറിയെ തുടർന്ന് ഉഗാണ്ടയിൽ നിന്നുള്ളവർ എന്നിവരുൾപ്പെടെ വിവിധ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യ മുൻപ് പൗരത്വവും പുനരധിവാസവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയമം നടപ്പാക്കാനുള്ള നടപടികൾ ആദ്യം ആരംഭിച്ചത് കേരളത്തിലാണ്. നിയമത്തിന്റെ ഭാഗമായി തടങ്കൽ പാളയം നിർമ്മിക്കാൻ നരേന്ദ്രമോദി പറഞ്ഞ ഉടനെ പിണറായി സർക്കാർ നിർമ്മാണം തുടങ്ങിയിരുന്നു. CPM സംഘടനാ സെക്രട്ടറിയുടെ ഭാര്യയുടെ വകുപ്പിന് കീഴിൽ തന്നെ തടങ്കൽ പാളയം നിർമ്മിച്ച സാഹചര്യത്തിൽ പാർട്ടിയുടെ അനുമതിയും ഇതിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ആരോപണങ്ങളും വാദങ്ങളും ഒക്കെ വരുന്നത്. ദേശീയ പൗരത്വ രജിസ്റ്റർ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് നിർദ്ദേശം നൽകിയത്. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ഓർക്കണം. ദേശീയ പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ കേരളത്തിലും ബംഗാളിലും ഡൽഹിയിലുമൊക്കെ നിരവധി ആളുകൾ കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരാകട്ടെ ദേശീയ പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ഘോരം പ്രസംഗിച്ചതാണ് പലവട്ടം. നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ചരിത്രരേഖയാണ്. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന A. വിജയരാഘവന്റെ ഭാര്യയും സാമൂഹിക നീതി മന്ത്രിയുമായ R. ബിന്ദുവാണ് തടങ്കൽ പാളയത്തിന്റെ ഫയൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി കൈകാര്യം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തും തൃശൂരും തടങ്കൽ പാളയങ്ങൾ ആരംഭിക്കാൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് ഡയറക്ടർ പുനർവിജ്ഞാപനം പുറപ്പെടുവിച്ചുവെന്നാണ് വിവരങ്ങൾ. 1.5 വർഷം മുൻപാണ് തടങ്കൽ പാളയത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അത് വിവാദമായതോടെ നിർത്തിവെച്ചു. എന്നാൽ കോവിഡ് സമയത്ത് നിർമ്മാണം പുനരാരംഭിക്കാൻ സർക്കാർ രഹസ്യമായ നിർദ്ദേശം നൽകുകയായിരുന്നു.
സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ തടങ്കൽ പാളയങ്ങൾ സ്ഥാപിക്കുമെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്ന വിദേശികളെയും പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷവും രാജ്യത്ത് തുടരുന്ന വിദേശികളെയും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാനുള്ള നിയമ നടപടികൾ കാത്തുകിടക്കുന്ന വിദേശികളെയും അവർ രാജ്യം വിടുന്നതുവരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാൻ സംസ്ഥാന തലത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഡിറ്റൻഷൻ സെന്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വിജ്ഞാപനം വിശദീകരിക്കുന്നത്. ഒരു സമയം പരമാവധി 10 പേർക്ക് താമസിക്കാവുന്ന തടങ്കൽ പാളയമാണ് 2 ജില്ലകളിലും ആരംഭിക്കുന്നത്. താൽപ്പര്യമുള്ള സംഘടനകൾ ജൂൺ 15 വൈകിട്ട് 5 മുൻപ് വിശദ നിർദ്ദേശം ലഭ്യമാക്കാനും ഡയറക്ടർ നിർദ്ദേശിക്കുന്നു. അടിസ്ഥാന സൗകര്യത്തിന് പുറമെ CCTV, മുള്ളുവേലിയടക്കം തടങ്കൽ പാളയത്തിന് ഏർപ്പെടുത്തും. സംസ്ഥാന പോലീസിനാകും സുരക്ഷ. തൃശൂർ പൂങ്കുന്നത്ത് ഡിറ്റൻഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങിയെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ 2 നൈജീരിയൻ പൗരന്മാരെയും ഒരു മ്യാൻമാർ പൗരനെയും തൃശൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ നിർദ്ദേശം നേരത്തെ വിവാദമായപ്പോൾ സംസ്ഥാനത്ത് തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കില്ല എന്ന സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്ന് 2020 ഫെബ്രുവരി 11 മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. 2012 UDF സർക്കാർ ആരംഭിച്ച നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിറക്കിയതായും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ ഒന്നും ചെയ്തില്ല. NRCയും പൗരത്വ ഭേദഗതി നിയമവും കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് കഴിഞ്ഞ UDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാര്യം പ്രകടന പത്രികയിലും ആവർത്തിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ 2019 ഡിസംബർ 31 സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠേന പ്രമേയവും പാസാക്കി. എന്നാൽ തടങ്കൽ പാളയം നിർമ്മിക്കാനുള്ള പുനർവിജ്ഞാപനം ഇറങ്ങി ആഴ്ചകൾ കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രി അടക്കം ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനാൽ പിണറായി പറഞ്ഞിട്ട് സമരം ചെയ്യുന്നവർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പൗരത്വ നിയമ ഭേദഗതി നിയമം 2024 രാജ്യത്ത് പ്രാബല്യത്തിലായി കഴിഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി നിയമം 2024 ചട്ടങ്ങളടക്കം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. പൗരത്വ നിയമ ഭേദഗതി നിയമം 2024 എന്നാണ് പുതിയ നിയമം അറിയപ്പെടുക. ഈ നിയമപ്രകാരം പൗരത്വത്തിനായുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനിലൂടെ മാത്രമായിരിക്കും. ഇതിനായി പ്രത്യേകം വെബ് പോർട്ടൽ സജ്ജമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായതായിരുന്നു പൗരത്വ ഭേദഗതി. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ വിഷയത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. വിഷയം വീണ്ടും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തടക്കം മുഖ്യ പ്രചാരണ വിഷയമാകും. ഇതിനിടെ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തും അനുകൂലിച്ചും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് കാരണമാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നടപടിക്രമങ്ങൾ വൈകിയതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. 3 രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് നിയമമെന്നും അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള നിയമ തടസ്സങ്ങൾ നീങ്ങുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും. മതപരമായതും സാമൂഹികമായതുമായ അവകാശങ്ങൾ നിലനിർത്തും. ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതല്ല നിയമമെന്ന വിശദീകരണവും ഇത് സംബന്ധിച്ച് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലുണ്ട്. കേരളം എല്ലാ കാലത്തും മുൻപും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒന്ന് പറയും, മറ്റൊന്ന് ചെയ്യും. CPM സ്വീകരിക്കുന്ന തന്ത്രമായിരിക്കില്ല പിണറായി സ്വീകരിക്കുന്നത്. കേരള സർക്കാരിന് മോദിയെ പേടിയാണ്. അതിനാൽ കേന്ദ്രം പറയുന്നതെല്ലാം ചെയ്യും. മകളുടെ വിഷയം കയ്യിലുള്ളതുകൊണ്ട് മോദി ഒന്ന് കണ്ണുരുട്ടിയാൽ പിണറായി അവിടെ നിൽക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.